രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിൽ ഇതൊക്കെ പതിവാണ്. പക്ഷേ കെ സുധാകരൻ ഇങ്ങനെ ഒരു നിലപാടെടുത്ത് ഒരു പരസ്യമായൊരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ട് കണ്ണൂരുമായുള്ള അദ്ദേഹത്തിന്റെ ആത്മബന്ധമൊക്കെ വിശദീകരിക്കുമ്പോൾ അത് പാർട്ടിക്ക് പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് സുധാകരൻ എന്ന് പറയുന്നത് മലബാറിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് അത്രയേറെ പ്രധാനപ്പെട്ട ഒരു പേരാണ്. അദ്ദേഹം ഇടഞ്ഞാൽ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല എന്നൊരു തിരിച്ചറിവ് പാർട്ടിക്ക് തന്നെ ഉണ്ടല്ലോ. ഇത് കോൺഗ്രസിന് മുന്നിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടോ? ഇത് മാത്രമല്ല, ഇതുപോലെ പല ആളുകളുടെ നിലപാട് കോൺഗ്രസ് പാർട്ടിക്ക് മേൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം മാത്രമേ ഇപ്പൊ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുള്ളതും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരാണ് ഇടുന്നത് എന്നുള്ള വേറെ ചോദ്യമാണ്. എന്തുവാട്ടെ, കെ സുധാകരൻ ചെറിയ നേതാവൊന്നുമല്ല, അദ്ദേഹം വലിയ നേതാവാണ്. മലബാറിലെ കോൺഗ്രസിന്റെ പ്രധാന നേതാവാണ്, കണ്ണൂരെ പ്രധാന നേതാവാണ്, കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട നേതാവാണ്. ദീർഘകാലം KPCC പ്രസിഡന്റ് പദവി വരെ വഹിച്ച ആളാണ് അദ്ദേഹം. കണ്ണൂർ അദ്ദേഹത്തിന്റെ ഹൃദയവികാരമാണ്, ഹൃദയ രക്തമാണ്. ആർക്കും സംശയമില്ലാത്ത, ആർക്കും ഒരു സംശയമില്ല, എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അദ്ദേഹം കണ്ണൂരിനെ പാർലമെന്റിൽ പ്രതികരിക്കുന്ന അംഗമാണ്. അദ്ദേഹം നേരത്തെയും കണ്ണൂരിനെ പ്രതികരിച്ചിട്ടുള്ള ആളാണ്, ഇപ്പോഴും പ്രതികരിച്ചുകൊണ്ടേയിരിക്കുന്ന ആളാണ്. അദ്ദേഹം തുടർന്നും കണ്ണൂരിനെ പ്രതികരിക്കട്ടെ എന്നൊരു തീരുമാനം AICCക്ക് കൈക്കൊള്ളാവുന്നേ ഉള്ളൂ. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് നിയമസഭയ്ക്ക് മത്സരിച്ച് ഇനി കണ്ണൂരിനെ നിയമസഭയിലും പ്രതികരിക്കണം എന്ന് പറയുമ്പോഴാണ് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ പോലെ ഓരോ നിയോജക മണ്ഡലങ്ങൾ കണ്ടെത്തി അവിടെ അതാത് സ്ഥലത്ത് പ്രതികരിച്ച് കേരള നിയമസഭയെ ധന്യരാക്കാൻ വേണ്ടി കൂടുതൽ ആളുകൾ കാത്തു നിൽക്കുന്നു. ശ്രീ അടൂർ പ്രകാശ് പോസ്റ്റിട്ടില്ല എന്നുള്ളൂ, അദ്ദേഹത്തിന് കോന്നിയെ പ്രതികരിച്ച് കേരള നിയമസഭയെ ധന്യമാക്കണം എന്ന് ആഗ്രഹമുണ്ട്. കൊടിക്കുന്നിൽ സുരേഷിന് മാവേലിക്കരെ പ്രതികരിക്കുന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ മറ്റു പലർക്കും പല മണ്ഡലങ്ങളെയും പ്രതികരിച്ച് നിയമസഭയെ ധന്യമാക്കണം, അങ്ങനെ മന്ത്രിയാകണം, കേരള സംസ്ഥാനത്തെ മൊത്തത്തിൽ ആനന്ദസാഗരത്തിൽ ആറാടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളാണല്ലോ പാർട്ടി ഇന്നത്തെ നിലയിൽ എത്തിച്ചത്. ഇതിപ്പോ പ്രശ്നം ഇന്നലെ തന്നെ അടൂർ പ്രകാശ് സമാനമായ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു, MK രാഘവൻ സമാനമായ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. സുധാകരനെ ഏതെങ്കിലും തരത്തിൽ ഒന്ന് സമാധാനിപ്പിക്കാമെന്ന് കരുതിയാൽ ഒരു വലിയ പട തന്നെ ഒന്നിച്ചിങ്ങ് വരില്ലേ ശ്രീ ജയശങ്കർ? ഷാഫി പറമ്പിലും D കുര്യാക്കോസും വരെ തയ്യാറായി നിൽക്കുകയാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ഈ സുധാകരനും അല്ലെങ്കിൽ അടൂർ പ്രകാശിനേക്ക് ഇനി ഒരു അംഗത്തിന് ബാല്യമില്ല എന്ന തോന്നൽ കൊണ്ടായിരിക്കാം കേരള സംസ്ഥാനത്തെ ഉടനെ തന്നെ ഭരിച്ച് ഒരു വഴിക്കാക്കി കളയാം എന്നുള്ള ആഗ്രഹം തോന്നി. AC വേണുഗോപാലും സന്നദ്ധരായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിലവിലുള്ള ഏതെങ്കിലും ഒരു MLA രാജിവെപ്പിച്ചിട്ട് മുഖ്യമന്ത്രി ആയാലും മതി, ഉടനെ തന്നെ മത്സരിക്കണം നിർബന്ധമില്ല. പക്ഷെ മറ്റു പല ആളുകൾക്കും അത് പറ്റുകയില്ല എന്നുള്ളതുകൊണ്ട് അവരിപ്പൊ തന്നെ പിടിക്കുന്നിടത്ത് വെച്ച് അറക്കാന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ആ നിലപാടിലേക്ക് പോയിരിക്കുകയാണ്. ഇതുപോലുള്ള വിലപേശലുമായി വന്നിരിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ നാട്ടിലെ പല സമുദായ നേതാക്കന്മാരും അതുപോലെ മതമേലധ്യക്ഷന്മാരും ഒക്കെ പല സ്ഥാനാർത്ഥികളുടെയും പേരുമായിട്ട് വന്നിട്ടുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപത കത്ത് കൊടുത്തിട്ടുണ്ട്, വരാപ്പുഴ അതിരൂപത കത്ത് കൊടുത്തിട്ടുണ്ട്, കോട്ടപ്പുറം അതിരൂപത കത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അതിരൂപതകളുടെ കത്തുകൾ പാറിപ്പറന്ന് നടക്കുന്ന ചില മുസ്ലിം മത പണ്ഡിതന്മാർ കത്ത് കൊടുത്തിട്ടുണ്ട്. വരുന്നവരെ മുഴുവൻ അക്കോമഡേറ്റ് ചെയ്യും വേണം. CC മൂന്നൻ ഡൽഹിയിൽ ചർച്ചകൾ നടത്തുന്നു. പിന്നെ CPM-ൽ നിന്ന് മുഖം വെറുപ്പിച്ച് മൂക്ക് പിഴിഞ്ഞ് വരുന്ന ആളുകളെ എല്ലാവരും തന്നെ അക്കോമഡേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ലീഗ് ചോദിക്കുന്ന എല്ലാ സീറ്റുകളും അവർ കൊടുക്കണം. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കഴിഞ്ഞ തവണ അബദ്ധവശാൽ കൊടുത്തുപോയി. അവർ മത്സരിച്ച് തോറ്റ, ഇനിയും അവർ മത്സരിച്ചാൽ തോൽക്കാൻ തന്നെ സാധ്യതയുള്ള സീറ്റുകൾ അത് അവർ തിരിച്ചു തരികയില്ല. പിന്നെ ചെറിയ ചെറിയ ചീള് പാർട്ടികൾക്ക് സീറ്റ് കൊടുക്കണം. എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ സംഗതി എന്തായിരിക്കും? DCC ജനറൽ സെക്രട്ടറി പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് കഴിഞ്ഞു. അതെ, ഇതുപോലുള്ള പല തമാശകൾ ഇനിയും പ്രതീക്ഷിക്കാം. ഇതിനേക്കാൾ വലിയ തമാശകൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അല്ല, പക്ഷെ എന്നാലും ഈ മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ച് കെ സുധാകരനെ പോലെയൊക്കെയുള്ള നേതാക്കൾ, അദ്ദേഹം വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു MP സ്ഥാനത്ത് ഇരിക്കുന്നു. കണ്ണൂർ എന്റെ ഹൃദയരക്തമാണെന്ന് പറയുന്ന അദ്ദേഹം കണ്ണൂരിനെ തന്നെയാണ് പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കമന്റ്സ് ഒക്കെ ഒന്ന് വായിച്ച്, അദ്ദേഹത്തിന്റെ പോസ്റ്റിനടിയിലെ കമന്റ്സ് ഒക്കെ ഒന്ന് വെറുതെ നോക്കുമായിരുന്നു. എല്ലാവരും ചോദിക്കുന്നത്, അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ണൂരിന്റെ ജനപ്രതിനിധി അല്ലേ എന്നതാണ്. എന്ത് ക്ലെയിമിന്റെ പുറത്താണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഇത്രയും മുതിർന്ന നേതാക്കൾ, മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട മുതിർന്ന നേതാക്കൾ എനിക്ക് മത്സരിച്ചേ മതിയാവൂ എന്നൊരു ശാഠ്യം പിടിക്കുന്നത്? അത് കോൺഗ്രസിനെ പോലെ ഈ ഇത്രയും പ്രശ്നങ്ങൾ പരിഹരിച്ചു വരേണ്ട ഒരു പാർട്ടി കൂടിയാണെന്ന് ആലോചിക്കണം. അത് തെരഞ്ഞെടുപ്പിൽ അവർ പോസിറ്റീവായി, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശത്തിലൊക്കെ പോസിറ്റീവായി മുന്നോട്ട് പോവുകയാണ്. അതിന് എത്രത്തോളം തിരിച്ചടിയാവും ഈ തർക്കങ്ങൾ? ഇത് കോൺഗ്രസിൽ പതിവാണെന്ന് നമുക്കൊക്കെ അറിയാം. എങ്കിലും അല്ല, ഇവിടെ AICC പ്രസിഡന്റ് ഒപ്പിട്ട് പ്രസിദ്ധീകരിച്ച സ്ഥാനാർത്ഥി പട്ടിക വെട്ടിത്തിരുത്തി
അതിൽ നിന്ന് 3 പേരെ മാറ്റി വേറെ 3 പേരെ മത്സരിപ്പിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷെ ഇതിലെ പ്രശ്നങ്ങളുടെ കഴിവ് അറിയുമോ? ഇപ്പോഴല്ല, ഇവര് ജയിച്ച അധികാരത്തിൽ വന്നാൽ പിറ്റേ ദിവസം ഇതേ പരിപാടി മന്ത്രിമാരാകാൻ വേണ്ടി, സ്പീക്കറാകാൻ വേണ്ടി, ഡെപ്യൂട്ടി സ്പീക്കറാകാൻ വേണ്ടിയൊക്കെ ഉന്നയിക്കുമല്ലോ. ഇവിടെ കൊച്ചിയിൽ മേയറെ നിയമിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? മേയറെ തെരഞ്ഞെടുക്കുന്നതിന് ആ ജനാധിപത്യപരമായ രീതിയിലല്ല തെരഞ്ഞെടുത്തത്. അപ്പൊ ലത്തീൻ സഭ വന്നു, മാർത്തോമ സഭ വന്നു, നായർ സർവീസ് സൊസൈറ്റി വന്നു, SNDP വന്നു, അങ്ങനെ മറ്റു പല ആളുകളും വന്നു. അപ്പൊ ഇതുപോലെയൊക്കെയുള്ള തീരെ അനഭിലഷണീയമായ പല കാര്യങ്ങളും ഇനി കാണേണ്ടതായിട്ട് വരും. ഇപ്പോ നിയമസഭയ്ക്ക് സീറ്റ് നിർണയമേ ആയിട്ടുള്ളൂ, സ്ഥാനാർത്ഥി നിർണയമായിട്ടുള്ളൂ. ഇനിയിപ്പോ മന്ത്രിമാരെ നിശ്ചയിക്കുമ്പോ എന്തായിരിക്കും സ്ഥിതി? ശരി, പിന്നെ വകുപ്പ് എന്തായിരിക്കും സ്ഥിതി? വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ.